നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ സി ആണ് തെറ്റായിട്ടുള്ളത്. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു കൃതിയിൽ നിന്നും എടുത്തതാണ്? വന്ദേ മാതരം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? 16-ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ 16-ാം വകുപ്പിലാണ് മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്നത്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി. ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് ശരി. 2ഉം 4ഉം ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്? കൊമ്പല്ല്. കൊമ്പല്ലാണ് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവം ഏത്? വൃക്ക. വൃക്കയാണ് ശരീരത്തിലെ പ്രധാന വിസർജന അവയവം. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം? അക്സോർബിക് അമ്ലം. ജീവകം സി. ജീവകം സി ആണ് അക്സോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉഷസ്. ഉഷസ് എന്ന പദ്ധതി കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. തൊണ്ടമുള്ളിന് ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു? തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. ബാക്ടീരിയയാണ് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമായ രോഗാണു. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് ഏതാണ്? തന്നിരിക്കുന്നതിൽ സങ്കര ഇനം പച്ചമുളക് ഉജ്ജ്വലയാണ്. ഉജ്ജ്വല സങ്കര ഇനം പച്ചമുളകാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ തണ്ടിന്റെ ഭാഗത്തു നിന്നുമാണ് ചണനാരുകൾ ലഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. മേധാ പട്കർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്? ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ആണ് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് ഊർജം ഉണ്ടാകുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക?
ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക തന്മാത്ര. തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് ആണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാനികത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? തന്നിട്ടുള്ളതിൽ സി ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. ഹൈഡ്രജനും കാർബണും ധാനികത്തിലും മാംസത്തിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ്. ഹൈഡ്രജനും കാർബണും ധാനികത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ്. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം? മഞ്ഞ. പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത്? തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഘർഷണബലം. തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഘർഷണബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഇലക്ടറൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്തൊക്കെയാണ് ആ പ്രസ്താവനകൾ? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഒന്നും കൂടി നോക്കാം. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ടറൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്നതിൽ ബി ആണ് ശരി. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമഭരണഘടന ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമഭരണഘടന ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS-മായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്നും കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KAS-ന്റെ ലക്ഷ്യം. KAS-ൽ KAS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KAS-ൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. 1957-ലെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രോസസിംഗ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. 1957-ലെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഓപ്ഷൻ ഡി കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ 1957-ലെ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1997-ലാണ് കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. ത്രിതല സജ്ജീകരണങ്ങൾ ഏതൊക്കെയാണ്? NHGS, ADS ആൻഡ് CDS. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന
ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. NHGS, ADS, CDS. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അക്ഷയയെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം? 2005. 2005 ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാസാക്കിയത്. 36 ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായ ഓർഡർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒന്നും കൂടി നോക്കാം. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയാണ്. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022. കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022 ബില്ലിനാണ് 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിക്കുകയും ചെയ്തത്. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. മാൻഡമസ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ജലസംരക്ഷണ മാനേജ്മെന്റ്. ജലസംരക്ഷണ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് PMKSY. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. MGNREGA 2005 ആരംഭിച്ചു. ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാന കാർഷിക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. 2005 പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണ് MGNREGA. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. ഇതിലെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാന കാർഷിക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം നൽകണം.